ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലാസ് 10 ഹിന്ദിയിൽ ഈ വർഷം എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഓരോ വർഷവും നമ്മളിപ്പോൾ വീഡിയോസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷം ക്ലാസ് 9th ആണ് ചെയ്ത്. ഇനിയിപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം 10th-ൻ്റെയും 8th-ൻ്റെയും കൂടി സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ വർഷം പഠിക്കാനുള്ള പാഠങ്ങളെക്കുറിച്ചുള്ളൊരു ബേസിക് ഇൻട്രൊഡക്ഷനാണ് നോക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ വരുന്ന ദിവസം തന്നെ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്യും. കാരണം കുറച്ച് താമസിച്ച് പോയി, പക്ഷേ എന്തായാലും നമ്മൾ തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ ഓൾറെഡി എല്ലാവർക്കും കിട്ടി കാണും, സ്കൂളുകളിലൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇൻഡെക്സ് പേജിലേക്കൊന്ന് പോകാം. കാരണം നിങ്ങൾക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇൻഡെക്സ് പേജിൽ. ഓക്കെ, അതായത് ഇത് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന 1 വേർഡ്സിനൊക്കെ ഒരുപക്ഷെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഡെക്സിൽ നമ്മൾ വരുവാണെങ്കിൽ 5 യൂണിറ്റുകളാണ് നമുക്ക് ഈ വർഷം, അതായത് ഈ SLCക്ക് വേണ്ടി നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് 3 പാഠങ്ങളാണ്. ഹിഡ്കി എന്ന് പറയുന്ന ഒരു ലഘുകഥയുണ്ട്, നിങ്ങൾ ഓൾറെഡി പഠിച്ചു തുടങ്ങി കാണും, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അത്. രണ്ടാമത്തേത് സിന്ദഗി കാ സഫർ എന്ന് പറയുന്ന ഹൈക്യു ഉണ്ട്. മൂന്നാമത്തേത് റെയിൻ ബസേരിയമേം എന്ന് പറയുന്ന ഒരു യാത്രാവൃത്തമുണ്ട്. ഇനി രണ്ടാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ മേരി ദുനിയാക്കെ തമാം ബച്ചെ എന്ന് പറയുന്ന കവിതയാണ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൈറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്നതാണ്? കാറ്റഗറി എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ നമ്മൾ പറയുമ്പോൾ വിധ, കിസ് വിധാക്കി രചനാഹ്, അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ വരുന്ന രചനയാണെന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഓരോ പാഠം പഠിക്കുന്നതിനൊപ്പം തന്നെ. അതുപോലെ തന്നെ റൈറ്ററിൻ്റെ പേരും. മൂന്നാമത്തെ യൂണിറ്റിൽ ദില്ലിമേം ഉനിന്ദെ എന്ന് പറയുന്ന ഒരു സംസ്മരൺ പഠിക്കാനുണ്ട്. മധുർ വചൻ എന്ന് പറയുന്ന ദോഹയുണ്ട്. പിന്നെ ഏക് തിൻക എന്ന് പറയുന്നൊരു കവിത കൂടി പഠിക്കാനുണ്ട്. നാലാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ ഗലീലിയോ എന്ന് പറയുന്ന ലേഖമുണ്ട്. പൈദൽ ചൽത്താ ഹുവ ആദ്മി എന്ന് പറയുന്ന ഒരു കവിത പഠിക്കാനുണ്ട്. ഇനി അഞ്ചാമത്തെ യൂണിറ്റിൽ പരി ലട്കി എന്ന് പറയുന്ന കഹാനിയും സിലാ ബീൻതി ലട്ക്യാം എന്ന് പറയുന്ന ഒരു കവിതയും, അങ്ങനെയുള്ള കുറച്ച് സിമ്പിൾ പാഠങ്ങളാണ് ഈ പ്രാവശ്യം നമുക്ക് കവർ ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റിൽ 3 പാഠങ്ങളാണുള്ളത്. അതിൽ ഹിഡ്കി എന്ന് പറയുന്ന ലഘുകഥ നമ്മൾ വരുന്ന വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഈ ഒരു നമ്മൾ എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സിമ്പിളായിട്ട് നമ്മൾ വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതിനൊരു ഇൻട്രൊഡക്ഷന് വേണ്ടി ചെയ്ത വീഡിയോ ആണിത്. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് കെ ലിയെ ഓക്കെ, ബൈ.